തീർച്ചയായും. ഡോക്ടർ അഭിലാഷ്, അതായത് ഈ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് അനുസരിച്ച് വലിയ മഴയാകും വരാൻ പോകുന്നതെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു മാസം പെയ്യേണ്ട മഴ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കൊണ്ട് പെയ്ത് ഇറങ്ങിയാൽ അത് താങ്ങാനുള്ള ശേഷി നമ്മുടെ ഭൂമിക്കും സംവിധാനങ്ങൾക്കും ഇല്ലാത്തതാണ് ഈ വെള്ളപ്പൊക്കത്തിലേക്ക് പോകുന്നത്. പണ്ടൊക്കെ ഈ മഴയെന്ന് പറയുമ്പോൾ പത്മരാജനും ക്ലാരയും ഒക്കെ നമുക്ക് കാണാമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ആ നോസ്റ്റാൾജിക് ഫീലിംഗ് ഒക്കെ മാറി. ഈ എല്ലാം ഗൃഹാതുരതയിലേക്ക് നോക്കി അട്ടം പരതിയിരിക്കുന്ന ഒരു തലമുറ എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. പക്ഷെ എങ്കിൽ പോലും ഈ മഴ ഒരു വലിയ ആശങ്കയായി എത്തുകയാണ്. കാരണം കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴടക്കം നമുക്ക് നിരവധി പ്രേക്ഷകരുടെ അത്തരം ആവശ്യങ്ങൾ മാനിച്ചാണ് ഇന്ന് ഈ ചർച്ച പോലും നമ്മൾ രൂപപ്പെടുത്തുന്നത്. ഡോക്ടർ അഭിലാഷ്, ഈ സിനിമ റിലീസാകുന്നത് പോലെ ചുഴലിക്കാറ്റുകൾ വരുന്നു, വലിയ അർത്ഥത്തിലുള്ള മഴകൾ, വലിയ ഭീഷണി. 2018 ശേഷം ആ ഓർമ്മയിലാണ് നമ്മൾ. എന്താകും ഇനിയുള്ള സ്ഥിതി? ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സംവിധാനങ്ങളൊക്കെ എങ്ങനെ അടക്കമുള്ള ഒരു വിശദീകരണം. അജിംഷ സൂചിപ്പിച്ചതുപോലെ നമ്മൾ എപ്പോഴും ഒരു പ്രളയത്തെ അല്ലെങ്കിൽ ഒരു മൺസൂൺ വരുമ്പം നമ്മൾ 2018 കമ്പയർ ചെയ്യുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. കാരണം 2018 ആയിട്ട് നമ്മൾ ഒരിക്കലും ഒരു മൺസൂൺ സീസണിനെ കമ്പയർ ചെയ്യാൻ പാടില്ല. പിന്നെ രാജഗോപാൽ സാർ പറഞ്ഞതുപോലെ പണ്ട് കാലത്തും നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ മധ്യ ഇന്ത്യയിലൊക്കെ മഴ കൊണ്ടുവരുന്ന കുറച്ച് സിസ്റ്റമുകളാണ് ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടാകുന്ന മൺസൂൺ ട്രഫ് എന്ന് പറയും, അതായത് മൺസൂൺ മഴപ്പാത്തി. അതിൽ രൂപപ്പെടുന്ന ചെറിയ ന്യൂനമർദ്ദങ്ങൾ ചിലപ്പോൾ അത് വലിയ അതിതീവ്ര ന്യൂനമർദ്ദങ്ങൾ മൺസൂൺ ഡിപ്രഷനായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ മൺസൂൺ ഡിപ്രഷനും അതുപോലെ തന്നെ സൗത്ത് ചൈന സീയുടെ കാര്യം പറഞ്ഞു. സൗത്ത് ചൈന സീയിൽ ഒരു സീസണിൽ ഏകദേശം 25 മുതൽ 30 വരെ ടൈഫൂൺസ് എന്നാണ് അവിടെ പറയുന്നത്. ടൈഫൂണുകൾ ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ് മേഖലയിൽ. ടൈഫൂൺ ഉണ്ടാകുന്ന അവസരങ്ങളിൽ നമ്മുടെ പശ്ചിമഘട്ടത്തിലെ കാറ്റിനെ അത് പുള്ളി ചെയ്ത് ആണ് നമുക്ക് പശ്ചിമഘട്ട മേഖലയിലും അതോടൊപ്പം തന്നെ ഈ മൺസൂൺ ട്രഫ് എന്ന് പറയുന്ന മൺസൂൺ മഴപ്പാത്തി, അതായത് ബംഗാൾ ഉൾക്കടൽ തൊട്ട് അങ്ങ് പാകിസ്ഥാൻ വരെ നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ ന്യൂനമർദ്ദ പാത്തിയാണ്. നമ്മുടെ അറബിക്കടലിന്റെ തീരത്തുണ്ടാകുന്ന ന്യൂനമർദ്ദ പാത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോസി പീരിയോഡിക്കാണ്. അത് വല്ലപ്പോഴും ഒക്കെ വരത്തുള്ളൂ. പക്ഷെ മറ്റേ നമ്മുടെ സിസ്റ്റം അവിടെ കാണും, എൻഡയർ മൺസൂൺ സീസൺ. അതിനുള്ളിലാണ് ഈ ലോസും ഡിപ്രഷൻസും ഒക്കെ ഉണ്ടാകുന്നത്. ആ സമയത്താണ് മൺസൂൺ കാറ്റ് കൂടുതൽ ശക്തമാകുന്നത്. ആ സമയത്താണ് നമ്മൾ പ്രത്യേകിച്ചും പശ്ചിമ തീരത്തും അതുപോലെ തന്നെ സെൻട്രൽ ഇന്ത്യയിലും കൂടുതൽ മഴ കിട്ടുന്നത്. ഇതാണ് നമ്മുടെ മൺസൂണിന്റെ ആ ഒരു നമുക്കറിയാവുന്ന കണ്ടുശീലിച്ചിട്ടുള്ള മൺസൂൺ എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പം അടുത്ത കാലത്ത് സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങൾ അതാണ് നമ്മൾ എടുത്തു പറയുന്നത്. അതായത് 2018 എന്ന് പറയുന്നത് നമുക്കറിയാം, മെയ് മാസം മുതൽ 2018 ക്യുമുലേറ്റീവ് റെയിൻഫാൾ നമ്മൾ അനലൈസ് ചെയ്ത, അതായത് ജൂൺ 1 മുതൽ ഓഗസ്റ്റ് 15 വരെയുള്ള ക്യുമുലേറ്റീവ് റെയിൻഫാൾ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമുക്ക് ശരാശരി കിട്ടേണ്ട മഴയെക്കാളും കൂടുതൽ, ഓരോ ദിവസവും കൂടുതൽ മഴ കൂടി വന്നിട്ട് ഒരു വലിയ സ്പെല്ല് വന്നാണ് 2018 നമുക്ക് പ്രളയം ഉണ്ടായത്. അപ്പൊ 2019 എനിക്ക് പേടി എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ അജിംഷ ഇവിടെ പറയുമ്പോഴും പ്രളയത്തെ കുറിച്ചാണ് അജിംഷ സൂചിപ്പിക്കുന്നത്. അതിൽ തന്നെ ഒരു തിരുത്തു വരാനുണ്ട്. കാരണം പ്രളയത്തെക്കാൾ കൂടുതൽ രാജഗോപാൽ സാർ പറഞ്ഞതുപോലെ നമ്മുടെ പശ്ചിമഘട്ട മലയോര മേഖലകളെയാണ് നമ്മൾ ഇനിയും കൂടുതൽ പേടിക്കേണ്ടത്, ഈ മഴയെ. കാരണം മഴയുടെ മുമ്പേ സൂചിപ്പിച്ചതുപോലെ പഴയ അറബിക്കടലല്ല, അറബിക്കടലിന്റെ എൻഡയറായിട്ട് മാറി. അപ്പം അടുത്ത കാലഘട്ടങ്ങളിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട മൺസൂണിന്റെ ആ ഒരു നമ്മൾ അജിംഷ സൂചിപ്പിച്ചതുപോലെ ആ റൊമാൻറ്റിക് ഫീലിംഗ് ഒക്കെ കിട്ടുന്ന മൺസൂൺ മഴയുടെ പാറ്റേൺ ഒക്കെ മാറിയിട്ട് ആ മഴയുടെ ഘടനയിൽ അല്ലെങ്കിൽ മഴയുടെ വിതരണത്തിൽ വലിയ മാറ്റമാണ്. അതിൽ പ്രധാനപ്പെട്ട അത് 2-3 മാറ്റങ്ങളാണ് മൺസൂൺ മഴയിൽ സംഭവിച്ചിട്ടുള്ളത്. മൺസൂണിന്റെ തുടക്ക സമയത്ത് പണ്ട് കാലഘട്ടങ്ങളിലും മൺസൂൺ ഓൺസെറ്റ് വോർട്ടക്സ് എന്ന് പറയും. ഓൺസെറ്റ് ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ലക്ഷദ്വീപിനോട് ചേർന്ന് ഒരു ചക്രവാത ചുഴി എന്നൊക്കെ നമ്മളിപ്പോൾ എന്നും കേൾക്കുന്ന പോലുള്ള ചക്രവാത ചുഴി ഉണ്ടായി. അങ്ങനെയാണ് മൺസൂൺ നമ്മുടെ കേരളത്തിലേക്ക് എത്തുന്ന ഒരു ട്രിഗറിംഗ് മെക്കാനിസം ആയിരുന്നു ഓൺസെറ്റ് വോർട്ടക്സ്. ഇപ്പോൾ കണ്ടുവരുന്നത് അറബിക്കടല് മറ്റ് സമുദ്രമേഖലകളിൽ ചൂട് പിടിക്കുന്നതിനേക്കാളും കൂടുതൽ ചൂട് പിടിച്ചിരിക്കുകയാണ്. അതെല്ലാ സീസണിലുമാണ്. പ്രത്യേകിച്ചും സമ്മർ സീസണിൽ, അതായത് നമ്മുടെ മാർച്ച് തൊട്ട് ജൂൺ മൺസൂൺ തുടങ്ങുന്ന വരെ ആ ഒരു കാലഘട്ടത്തിലാണ് അറബിക്കടലിൽ ഏറ്റവും കൂടുതൽ ചൂട് പിടിക്കുന്നത്. അതായത് 31-32 ഡിഗ്രി വരെ അറബിക്കടലിൽ ചൂടാകും. അപ്പം ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ പോലും, പണ്ട് കാലത്ത് 30 ഡിഗ്രി വരെ ചൂടായി കിടന്ന അറബിക്കടലിലാണ് ഈ ഓൺസെറ്റ് വോർട്ടക്സ് ഉണ്ടാകുന്നതെങ്കിൽ ഇപ്പോൾ ഈ വോർട്ടക്സ്, അതായത് ചക്രവാത ചുഴി ആ ചൂട് പിടിച്ച് കിടക്കുന്ന അറബിക്കടൽ കാരണം അത് കൂടുതൽ ഇന്റൻസിഫൈ ചെയ്യുന്ന ഒരു പാറ്റേണിലേക്ക് കഴിഞ്ഞ 10 വർഷം, അതായത് 2014 ശേഷമുള്ള മൺസൂൺ ഓൺസെറ്റ് സമയത്തുള്ള കണക്കുകൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ 10 വർഷത്തിൽ 7 വർഷവും
മൺസൂൺ ഓൺസെറ്റ് നടക്കുന്നതിന് മുമ്പ് അറബിക്കടലിൽ ചുഴലിക്കാറ്റുണ്ടായി. അത് 2014 15 അശോഭ തൊട്ട് തുടങ്ങി. ഈ 19 നിസർഗ വായു, 20 നിസർഗ, 21 ടോക്ടെ ചുഴലിക്കാട്ടൊക്കെ കേരളത്തിൽ വരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാണ് പോയത്. അതിനുശേഷം ഇപ്പം വലിയ ബിബർജോയ് വരുന്നു. അപ്പൊ ഇത്തരത്തിൽ ഓൺസെറ്റിന് മുമ്പ് ചുഴലിക്കാറ്റുകൾ അറബിക്കടലിൽ ഉണ്ടാകുന്നു. അതിന്റെ പ്രതിഫലനം കരയിൽ നമ്മൾ കാണുന്നു. അതോടൊപ്പം തന്നെയാണ് മഴയുടെ പാറ്റേൺ മാറുന്നതിനനുസരിച്ച് അറബിക്കടലിൽ ചൂട് പിടിക്കുന്നതോടൊപ്പം തന്നെ ആഗോള താപനത്തിന്റെയൊക്കെ പാർട്ടായിട്ട് നമ്മുടെ അന്തരീക്ഷ ഘടനയിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് കൂടുതലും ക്യുമുലോനിമ്പസ് മൺസൂൺ ഇപ്പൊ 2-3 ദിവസമായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. മൺസൂൺ സമയത്തുണ്ടാകുന്ന ഈ മേഘങ്ങൾ വലിയ കൂമ്പാര മേഘങ്ങളാണ്. നമുക്ക് മൺസൂൺ മഴയോടൊപ്പം തന്നെ ഇടിയും മിന്നലും ഒക്കെ കിട്ടുന്ന ഒരു അവസ്ഥയിലാണ്. പണ്ട് കാലത്ത് അതില്ലായിരുന്നു. ഞങ്ങളുടെ പഠനങ്ങളിലൊക്കെ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ കുറേയധികം പഠനങ്ങളിൽ നമ്മൾ പറയുന്നത്, പ്രത്യേകിച്ചും 2019 ശേഷം 18 പ്രളയ സമയത്തൊന്നും ഇത്രയും വലിയ ഡീപ്പായിട്ടുള്ള ഈ മേഘവിസ്ഫോടനത്തിന്റെ ഗണത്തിൽപ്പെടുത്താവുന്ന മഴമേഘങ്ങൾ നമ്മുടെ കേരളത്തിലേക്ക്, അത് കൂടുതലും ഒരു മംഗലാപുരത്തിന് വടക്കോട്ടുള്ള പശ്ചിമഘട്ട മേഖലയിലാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത്. അത് കൂടുതലും സൗത്തിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് 2019 ശേഷം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2018 പ്രളയത്തെക്കാളും നമ്മൾ സൂക്ഷിക്കേണ്ടത് 2019 കവലപ്പാറ, പുത്തുമല, 2020 പെട്ടിമുടി ദുരന്തം, 2021 കുട്ടിക്കൽ കൊക്കയാർ, 2022 ഉണ്ടായി. ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി കണിച്ചാർ, കൊളയാട്, നെടുമ്പുറഞ്ചാൽ മേഖലയിൽപ്പെടുന്ന ഏരിയയിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ ഭാഗമായിട്ട് അവിടെ വീടും ഒക്കെ നഷ്ടപ്പെട്ട ആൾക്കാർക്ക് 2018 പ്രളയത്തിൽ സംഭവിച്ച ഗണത്തിൽപ്പെടുത്തിയുള്ള ദുരിതാശ്വാസ പാക്കേജ് പ്രഖ്യാപിച്ചത്. എന്ന് പറഞ്ഞ പോലെ അവിടെ പക്ഷേ മരണം 3 പേരെ മരിച്ചുള്ളൂ. അതുകൊണ്ട് നമ്മൾ വലുതായിട്ട് അത് ഡിസ്കസ് ചെയ്തില്ല. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് ഈ കൂമ്പാര മേഘങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, പ്രത്യേകിച്ചും പശ്ചിമഘട്ട മലമേഖലകൾ ഓൾറെഡി തന്നെ ഡിസ്റ്റർബ്ഡ് ആണ്. അത് പല പല കാരണങ്ങളുമുണ്ട്. നമ്മുടെ ഭൗമശാസ്ത്രപരമായിട്ട് തന്നെ വളരെ ഏജ്ഡ് ആയിട്ടുള്ള വെതേർഡ് ആയിട്ടുള്ള റോക്സ് ഒക്കെയാണ് അവിടുത്തെ ഓൾറെഡി തന്നെ അവിടെ ഡിസ്റ്റർബ്ഡ് ആണ്. അപ്പൊ അങ്ങനെയുള്ള മേഖലകളിൽ ഇത്തരത്തിലുള്ള ക്യുമുലോനിമ്പസ് കൂമ്പാര മേഘങ്ങൾ ഉണ്ടായി മേഘവിസ്ഫോടനത്തിന്റെ അല്ലെങ്കിൽ ലഘുമേഘവിസ്ഫോടനത്തിന്റെ ഗണത്തിൽപ്പെടുത്താവുന്ന മഴമേഘങ്ങൾ രൂപീകരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഉരുൾപൊട്ടലാണ് നമുക്ക് പ്രളയത്തെക്കാളും കൂടുതൽ ഭയപ്പെടുത്തുന്ന ഒരു ഇത്, പ്രത്യേകിച്ച് മൺസൂൺ സീസണിൽ. മുമ്പേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു അടുത്ത ആഴ്ചയൊക്കെ ഈ പാറ്റേണിൽ മഴ പോവുമെങ്കിലും മാഡൻ ജൂലിയൻ ഓസിലേഷൻ എന്ന് പറയുന്ന ആഗോള മഴപ്പാത്തി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇത് വരുന്ന അവസരങ്ങളിലാണ് പ്രത്യേകിച്ചും ഇത്തരം സിസ്റ്റങ്ങളെ, പ്രത്യേകിച്ചും ബേ ഓഫ് ബംഗാളിൽ ഡിപ്രഷനെയൊക്കെ ട്രിഗർ ചെയ്യുന്ന ഒരു വെസ്റ്റ് വേർഡ് മൂവിങ് ഡൈവർജന്റ് റോസ്ബി വേവ് എന്നൊക്കെ പറയും. അപ്പൊ അതിന്റെ പാർട്ടായിട്ട് ഈ സിസ്റ്റംസ് ബേ ഓഫ് ബംഗാളിൽ ട്രിഗർ ചെയ്യും. അതിന്റെ പാർട്ടായിട്ട് ഒരു പക്ഷേ ജൂൺ ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ജൂലൈ ഫസ്റ്റ് വീക്ക് ഒക്കെ ഇത്തരം സിസ്റ്റംസ് കൂടുതൽ ട്രിഗർ ചെയ്യുന്നപ്പെടുന്നതോടുകൂടി മൺസൂൺ അതിന്റെ സജീവ കാലഘട്ടത്തിലേക്ക് മാറുമെന്നാണ് തോന്നുന്നത്.